أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 96ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഇത്രയും മഹത്തായ ഒരു വളരെ പവിത്രമായ ഈ ഒരു മജ്ലിസിന്, ഈ ഒരു സംവിധാനത്തിന് നമുക്ക് അവസരമൊരുക്കിയ നമ്മുടെ നേതൃത്വത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും അവരുടെ തണലിൽ നമുക്ക് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, റമദാനുൽ ഷരീഫ് അതിൻ്റെ അവസാനത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ റമദാൻ അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാരുണ്യം കൂടുതലായി ചോദിച്ചു വാങ്ങാനുള്ള 10 ദിനങ്ങളാണ്. വ ഔസതുഹു മഗ്ഫിറ, അതിൻ്റെ നടുവിലെ 10, രണ്ടാമത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം നന്നായി നടത്തി നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് കഴുകിക്കളഞ്ഞ് തീർത്തും കുറ്റമുക്തമായ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച 10 ദിനങ്ങളായിരുന്നു. വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 ദിനങ്ങൾ അത് നരകമോചനത്തിൻ്റെ 10ആണ്. നമുക്കൊക്കെ അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമദാനിൽ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുന്ന മാസമാണ് എന്ന്. അതിൽ സ്പെഷ്യൽ ലാസ്റ്റ് 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം നന്നായി. ഞാനും നിങ്ങളും നന്നായി ഉപയോഗപ്പെടുത്തണം. എങ്ങനെ നോക്കിയേ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനി വന്നാൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10 വന്നാൽ, ഷദ്ദ മിഅ്സറഹു എന്ന ഹദീസിൽ കാണാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്ത്, അരയും തലയും മുറുക്കി രംഗത്ത് വന്നു എന്ന് പറയും അല്ലേ? അരയും തലയും മുറുക്കി രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അര ശരിക്ക് ടൈറ്റാക്കിയിട്ട് തല മുറുക്കിയിട്ട് ശ്വാസം കിട്ടാത്ത രൂപത്തിലാക്കി എന്നല്ലല്ലോ, മറിച്ച് നന്നായി കഠിനാധ്വാനം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 പള്ളിയിൽ എഴുത്തിക്കാഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദുആ ചെയ്ത് ഈ 10 ദിവസങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? 10 ദിവസം ഈ അവസാനത്തെ, സുബ്ഹാനല്ലാഹ്, എന്താണ് പലപ്പോഴുമുള്ള അവസ്ഥ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിച്ച് അവസാനത്തെ 10 ദിവസങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി. ഇബാദത്ത് പലതരത്തിലുണ്ട് അല്ലേ? ഖുർആൻ ഓതൽ ഒരു ഇബാദത്താണ്. തദ്രീബ് ക്ലാസ് കേൾക്കൽ വലിയ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കാരങ്ങൾ, ദുആകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾക്കൊക്കെ ഈ 10 ദിവസങ്ങളിൽ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഒരു പുണ്യം എത്രയാണ്
മാത്രമല്ല ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ ആ ഒറ്റയിട്ട രാവിലാണല്ലോ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത്. ലൈലത്തുൽ ഖദർ അത് ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തിനേക്കാൾ പുണ്യമുണ്ടെന്നല്ലേ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, 12 മാസമാണ് ഒരു വർഷം. അപ്പോൾ 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷം ഉണ്ടാവും? 82 വർഷവും ചില്ലറ മാസം ഉണ്ടാവും. 83ഓളം വർഷം ഇബാദത്ത് ഒരു മനുഷ്യൻ മുടങ്ങാതെ ചെയ്താൽ എത്രമാത്രം അയാൾക്ക് പുണ്യം കിട്ടുമോ അത്രയേറെ പുണ്യം കിട്ടുന്ന അള്ളാഹുവും അവൻ്റെ ഹബീബും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ രാവാണത്. 24 മണിക്കൂറല്ല, ഒരു രാവ് മാത്രം, പകുതി സമയം. അത് ഈ റമദാനിൻ്റെ അവസാനത്തെ 10-ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് സഹാബിമാർ ചെന്നിട്ട് ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്, പറയാണ് നബി തങ്ങളോട്, കഴിഞ്ഞുപോയ നബിമാരും അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുമൊക്കെ ധാരാളം ഇബാദത്ത് ഒരുപാട് വർഷം ജീവിച്ച് അല്ലേ. അന്ന് ഇന്നത്തെ പോലെ 60 വയസ്സ് 50 വയസ്സ് 40 വയസ്സൊന്നുമല്ല. അന്ന് 600 വയസ്സ് 900 വയസ്സ് ഇങ്ങനെയൊക്കെയാണ് അന്നുള്ളത്. അന്നത്തെ ആയുസ് അങ്ങനെയായിരുന്നു. മനുഷ്യന്മാരുടെ ആകാരവും വലുപ്പവും അങ്ങനെയായിരുന്നു. അത്ര വലിയ മനുഷ്യരായിരുന്നു, അത്ര ലോങ് ലൈഫ് അവർക്കുണ്ടായിരുന്നു. ഖിയാമത്ത് നാളിനോട് അടുത്തടുത്തടുത്ത് വരുമ്പോൾ ആളുകളുടെ വലുപ്പം ചുരുങ്ങി വരുന്നു, ആയുസ്സും ചെറുതായി വരുന്നു. ഇതൊക്കെ നമ്മെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ 400, 500, 600, 700 ഒക്കെ കൊല്ലം ജീവിച്ച് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആ മനുഷ്യരുടെ അടുത്തേക്ക് ഞങ്ങളെങ്ങനെ എത്തും ഈ 50, 60, 70 വയസ്സ്? അഅ്മാറു ഉമ്മത്തി മാബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് ശരാശരി 60-70 ഇടയിലാണെന്നല്ലേ മുത്തുനബി പറഞ്ഞത്. അപ്പോൾ 600-700 കൊല്ലം ജീവിച്ച ആളുകളുടെ ഇബാദത്ത് എത്ര ധാരാളം ഉണ്ടാവും അവിടെ. ഞങ്ങൾ ഇത്രയും കാലം, അതിൽ കുറേ ഉറങ്ങിക്കഴിഞ്ഞിട്ട്, കുറേ കുട്ടിക്കാലമായിട്ട്, ചുരുക്കത്തിൽ എങ്ങനെ അവരുമായിട്ട് ഞങ്ങളുടെ ഇബാദത്തിൽ തുല്യരാകും? അടുത്തെത്താൻ കഴിയില്ലല്ലോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്നായിട്ട് ബോധിച്ചു. അപ്പോഴാണ് ലൈലത്തുൽ ഖദർ എന്ന ഒരൊറ്റ രാവിന്, ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ, ഒരു രാവിന് 83 കൊല്ലത്തോളം, ചില്ലറ മാസം നമ്മൾ മാറ്റി വെക്കുക തൽക്കാലം 82 എടുത്തോളൂ, അല്ലെങ്കിൽ 80 എടുത്തോളൂ അല്ലേ. 80 എടുക്കുക, നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്യാം. ഒരു രാവിന് 80 കൊല്ലമാണെങ്കിൽ നമുക്ക് 70 വയസ്സ് അല്ലാഹു തന്നെങ്കിൽ ഒരു 15 വയസ്സ് കുട്ടിക്കാലം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. 55 റമദാൻ നമുക്ക് കിട്ടിയില്ലേ? 55 റമദാൻ. ഈ 55 റമദാനിൽ 80 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കിയേ, എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും. ഇതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോൾ അത്രയും പുണ്യമേറിയ ഒരു രാവ് നിങ്ങൾ നോക്കിയോ എത്ര കിട്ടുമെന്ന്? 4400 വർഷം ഇബാദത്ത് ചെയ്ത പുണ്യം. ലൈലത്തുൽ ഖദറിൽ നമ്മൾ പെട്ടാൽ, ആ പുണ്യത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ, 70 വയസ്സായ ഒരു മനുഷ്യന് 15 വയസ്സ് കുട്ടിക്കാലം, 15 വയസ്സൊന്നും വേണ്ട, അത് പോട്ടെ, മാറ്റിവെച്ചാൽ തന്നെ ആ കാലത്ത് ചെയ്താലും ഈ പുണ്യം കിട്ടും. അത് വേറെ വിഷയം. നമ്മളതിൻ്റെ ഏറ്റവും എന്താ പറയുക, അറ്റിക്കുറുക്കിയാണ് നമ്മൾ പറയുന്നത്. 55 ലൈലത്തുൽ ഖദർ കിട്ടിയ ഒരു മനുഷ്യന് 4400 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. പിന്നെ അയാളുടെ നോർമലി അയാളുടെ ആയുസ്സുണ്ടല്ലോ ഈ 55 കൊല്ലം, അത് വേറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വാങ്ങിത്തന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ചൊല്ലണം സലാത്ത് മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എത്ര നമ്മൾ സ്തുതിക്കണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഫ മറ അല്ലേ. അപ്പോൾ അല്ലാഹുവും മുത്തുനബിയും ഒക്കെ പരമാവധി നമ്മെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടുള്ള പരിഗണനയിലാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത്. റമദാനിലാണ്, അവസാനത്തെ 10-ലാണ്, അതിൽ തന്നെ ഒറ്റയിട്ട രാവിലാണ് എന്നൊക്കെ പറഞ്ഞു തന്നാൽ പോരെ. ആ ഒറ്റയിട്ട രാവുകൾ 21, 3, 5, 7, 9 ഈ രാവുകൾ, അത് ഒന്ന് കഴിഞ്ഞു. വരാനിരിക്കുന്ന ഒറ്റയിട്ട രാവുകൾ തന്നെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് ആ രാവ് മാത്രം അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രയും പുണ്യമേറിയ മാസവും ദിവസങ്ങളുമാണ്. അവസാനത്തെ 10-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ റമദാൻ തീരാൻ പെട്ടെന്ന് തീരും അല്ലേ. ഒരു 23-ാം രാവും 5-ാം രാവും 7-ാം രാവും കഴിഞ്ഞ് ഈ സമയത്തൊക്കെ പുറത്ത് കറങ്ങിയിട്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രൂപത്തിലുള്ള കറക്കങ്ങൾ, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, ഷോപ്പിങ്ങിൻ്റെ പേരിലാണെങ്കിലും പലതിൻ്റെ പേരിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇബാദത്തുകൾക്കാണെങ്കിലൊക്കെ പള്ളികളിലേക്കാണെങ്കിലൊക്കെ സ്വലാത്തിൻ്റെ വലിയ വലിയ മജ്ലിസുകളുണ്ടാകും. ആ 10,000 കൂടുന്ന മജ്ലിസിൽ പോയിട്ട് അവരെ കൂട്ടത്തിൽ ഒരു കണ്ണിയായി ഒരു ആമീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂലേ? അല്ലാതെ ഇതൊന്നും അല്ലാത്ത തരത്തിലുള്ള ചില പുറത്തിറങ്ങലുകളുണ്ട് അവസാനത്തെ 10-ൽ, പ്രത്യേകിച്ച് 27 രാവും അവസാനമൊക്കെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ തീർച്ച റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തും. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ വജഅൽനാ മിനൽ ഫായിസീന ബിലൈലത്തിൽ ഖദ്ർ. നമ്മളെപ്പോഴും ദുആ ചെയ്യണം, റമളാൻ ഞങ്ങളെ തൃപ്തിപ്പെട്ടതാക്കണം അല്ലാഹ്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യണം. പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതാ റമളാൻ പോകുന്നു. അടുത്ത വർഷത്തെ റമളാനിനെയോ അവസാനത്തെ 10-നെയോ ഒറ്റയിട്ട രാവുകളെയോ പ്രതീക്ഷിക്കാൻ ഞാനും നിങ്ങളുണ്ടാവുമോ? അല്ലാഹു അഅലം. അറിയില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പറയട്ടെ, ഈ അവസരത്തിൽ നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതാണ്, ദുആയിൽ ഉൾപ്പെടുത്തണേ, കാര്യമായി ദുആയിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തദ്രീബ് കുടുംബത്തിലെ എല്ലാവർക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ഷർറുകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. സൂറത്ത് യൂനുസ് 90-ാമത്തെ ആയത്ത് മുതലാണ് ഇനി ഓതാനുള്ളത്. തുടങ്ങിയല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين الآن وقد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. اوكي. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا. ഒന്നുകൂടെ കേൾക്കട്ടോ എല്ലാവരും. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا. ഇനി നമ്മൾ ഒരുമിച്ച് ഒപ്പം. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به. أوكي. حتى إذا أدركه الغرق يعني حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. അടുത്തത്
الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ, അല്ലേ, ഇതാണ് മദ്ദുൽ ലാസിം കലിമി മുഖഫഫ് അല്ലേ. ഇൻഷാ അല്ലാഹ് പേര് കേട്ടിട്ട് ആരും ബേജാറാവണ്ട, വളരെ സിമ്പിളാണ്. പേര് വലിയ നീളമുള്ള പേരൊക്കെ ആയിരിക്കും, നമ്മൾ കൃത്യമായി പഠിക്കണ്ടേ ഇൻഷാ അല്ലാഹ്. الآن وقد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية. يعني فاليوم ننجيك ببدنك لتكون لمن خلفك آية. ഒപ്പം فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഒരുമിച്ച് وإن كثيرا من الناس عن آياتنا لغافلون. باقي ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات فما اختلفوا حتى جاءهم العلم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممترين ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين إن الذين حقت عليهم كلمة ربك لا يؤمنون ولو جاءتهم كل آية حتى يروا العذاب الأليم. Okay. ولقد بوأنا بني إسرائيل مبوأ صدق. അത് ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ വാവാവും അല്ലേ. വലഖദ് ബവ്വഅന ആവരുത്. ബവ്വഅന ബനി ഇസ്രായീല കഴിഞ്ഞൊക്കെ മുബവ്വഅ കൂടുതൽ ആളുകൾക്കും അങ്ങനെ വരും. മുബവ്വഅ ബാ പോലെ തന്നെ വ മുബവ്വ അന്ന് ശരിക്കും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات. باقي وكي فما اختلفوا حتى جاءهم العلم يعني وديكي إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. Okay? ഒരുമിച്ചിട്ടോ. إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون
فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك. Okay? فإن كنت في شك مما أنزلنا ready അല്ലേ مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك يعني لقد جاءك الحق من ربك فلا تكونن من الممترين ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين. ഒരുമിച്ച് ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين. إن الذين حقت عليهم كلمة ربك لا يؤمنون. Okay? إن الذين حقت عليهم كلمة ربك لا يؤمنون. ليه؟ ولو جاءتهم كل آية حتى يروا العذاب الأليم. അവിടെ രണ്ട് പ്രശ്നമുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഹറ്റാ യറവു എന്നുള്ള വാവിന് പകരം ഹറ്റാ യറഉ എന്നാകും. അൽ അദാബൽ അലീമിന് അൽ അദാബൽ അലീമാകും ഐൻ അല്ലേ? നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറവുൽ അദാബൽ അലീം. ബാക്കി فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون قل انظروا ماذا في السماوات والأرض وما تغني الآيات والنذر عن قوم لا يؤمنون فهل ينتظرون إلا مثل أيام الذين خلوا من قبلهم قل فانتظروا إني معكم من المنتظرين ثم ننجي رسلنا والذين آمنوا كذلك حقا علينا ننجي المؤمنين. Okay. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا. لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون. ഇവിടെ വയജഅലുർ റിജ്സ എന്ന് സീനാണ് കേട്ടോ, റിജ്സ അല്ലേ?
قل انظروا ماذا في السماوات والأرض وما تغني الآيات والنذر عن قوم لا يؤمنون. ശരി, അടുത്ത فهل ينتظرون إلا مثل أيام الذين خلوا من قبلهم قل فانتظروا إني معكم من المنتظرين. അത് നമ്മൾ ഒരുമിച്ചൊന്ന് ഓതണം. ഏത്? قل فانتظروا إني معكم من المنتظرين ثم ننجي رسلنا والذين آمنوا كذلك حقا علينا ننجي المؤمنين. قل يا أيها الناس إن كنتم في شك من ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين وأن أقم وجهك للدين حنيفا ولا تكونن من المشركين ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. قل يا أيها الناس إن كنتم في شك من ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين وأن أقم وجهك للدين حنيفا ولا تكونن من المشركين. ولا تكونن ശബ്ദമുള്ള നൂനിൻ്റെ ഉന്നത്ത് മറക്കണ്ട. ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. باقي وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. وإن يمسسك الله بضر فلا كاشف له إلا هو. ഒരുമിച്ച് وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله ശ്രദ്ധിക്കണേ. അല്ല يصيب به من يشاء من عباده وهو الغفور الرحيم. اللهم اغفر لنا وارحمنا. قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل. واتبع ما يوحى إليك واصبر حتى يحكم الله
വഹുവ ഖൈറുൽ ഹാകിമീൻ. അല്ലേ? ഓക്കെ, വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ് വഹുവ ഖൈറുൽ ഹാകിമീൻ. സദഖല്ലാഹുൽ അദീം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. റമദാൻ എതിരായി സാക്ഷി പറയുന്നവരിൽ സാധുക്കളായി ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ അല്ലാഹ്, അടുത്ത വർഷത്തെ റമദാനിലേക്ക് സാധുക്കളായ ഞങ്ങൾ എത്തുമോ എന്ന് ഒരു പിടുത്തവും ഇല്ല. വന്ന ഈ റമദാനിനെ സാധുക്കളായ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഇനിയും ഒരുപാട് റമദാനിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്തു തരണം അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർ പ്രായമുള്ള ഒരുപാട് ആളുകൾ തദ്രീബിൽ ഇപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീ തുണയാകണേ അല്ലാഹ്. എല്ലാ ഷെറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ നിലക്കുമുള്ള ഐശ്വര്യവും സന്തോഷവും റാഹത്തും സമാധാനവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, നല്ല വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, റാഹത്തുള്ള ജോലി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ശാരീരിക മാനസിക സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, മാനസികമായ പ്രയാസങ്ങളൊന്നും വരുത്തി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, സാമ്പത്തികമായ വലിയ ബാധ്യതകളൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിൻ്റെ ഖജനാവ് വിശാലമാണ്. ഞങ്ങളെ ആരെയും നീ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹ്, മറ്റൊരുത്തൻ്റെ ഹക്ക് ബാധ്യതയാകും വിധം ഞങ്ങളെ ആരെയും നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. അതിനു മുമ്പ് അതൊക്കെ വീട്ടി റാഹത്തിനും സമാധാനത്തിനുമുള്ള തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ആലിമീങ്ങൾക്ക്, ഞങ്ങൾ ഉസ്താദുമാർ, ഉമറാക്കൾ, സാദാത്യങ്ങൾ, പ്രവർത്തകർ, നീ എല്ലാ നിലക്കുള്ള ഹിമ്മത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാഹ്. അവരെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ വല്യുമ്മ വല്യുപ്പമാർ കുടുംബാംഗങ്ങൾ അല്ലാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ്